ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കോഴിക്കോട് നടത്തിയ ഒരു വൺ ഡേ ട്രിപ്പിനെ കുറിച്ചാണ്. ഞാനൊരു കോഴിക്കോട്ടുകാരിയൊന്നും അല്ല, പക്ഷേ കോഴിക്കോട് വഴി പലതവണ പാസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും കോഴിക്കോട് നഗരം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കോഴിക്കോടുള്ള ആളുകളും കോഴിക്കോടിൻ്റെ സംസ്കാരവും കോഴിക്കോടിൻ്റെ ഭക്ഷണവും ഒക്കെ ഒരു സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ചില യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്ന പ്രകാരം ഞങ്ങൾ ഈ സരോവരം ബയോ പാർക്കിലേക്കാണ് രാവിലെ തന്നെ പോയത്. കോഴിക്കോട് സിറ്റിയുടെ ഉള്ളിൽ തന്നെ ഇതുപോലൊരു ഗ്രീനറി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഏരിയ ഒരു അത്ഭുതം തന്നെയാണ്. ബ്രിട്ടീഷുകാരുള്ള സമയത്ത് പണിത ഈ കനോലി കനാലിന് സമീപത്താണ് ഈ ഒരു ബയോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആളുകൾക്ക് ഇവിടെ മോർണിംഗ് വാക്കിനും എക്സസൈസിനും ഒക്കെ ആയിട്ട് ഡെയിലി ഇവിടെ സിറ്റിയുടെ ബിസി ലൈഫിനിടയിലും വരാവുന്നതാണ്. 20 രൂപയാണ് ഇതിനുള്ളിൽ കയറാനായിട്ട് എൻട്രൻസ് ഫീസ് ഉള്ളത്. പക്ഷേ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ പാർക്ക്, ബേർഡ് പാർക്ക്, പിന്നെ ബോട്ടിങ്, ആംഫി തിയേറ്റർ, അങ്ങനെ പല പല ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള കണ്ടൽ കാടുകളും പിന്നെ പലതരത്തിലുള്ള പക്ഷികളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി പണിതതാണ്. പക്ഷെ ഞങ്ങൾ കാര്യമായിട്ട് പക്ഷികളെ ഒന്നും കണ്ടില്ല. ആകെ കൂടി കണ്ടത് കുറച്ച് ലവ് ബേർഡ്സ് അവിടെ ഇവിടെയൊക്കെ ബെഞ്ചുകളിൽ ഇരിക്കുന്നതാണ്. പിന്നെ അവരെ ഒന്നും ശല്യപ്പെടുത്താതെ നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ്. ബോട്ടിംഗ് അവരിടയിൽ നിർത്തി വെച്ചിരുന്നതാണെങ്കിൽ ഇപ്പോൾ വീണ്ടും അവർ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ കോഴിക്കോട് വലിയങ്ങാടി വഴി നേരെ പോയത് 700 വർഷത്തോളം പഴക്കമുള്ള കുറ്റിച്ചിറയിലുള്ള മിഷ്കാൽ പള്ളിയിലേക്കാണ്. അപ്പോൾ അവിടെ പാർക്കിംഗ് ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ ഓട്ടോ എടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു വലിയൊരു അമ്പലക്കുളത്തിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കുളം നമുക്ക് കാണാൻ പറ്റും. ഈ മിഷ്കാൽ പള്ളിയും ക്ഷേത്ര മാതൃകയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു പള്ളിയാണ്. 7 നിലകളായിരുന്നു പണ്ട് ഇതിനുണ്ടായിരുന്നത്. പിന്നീട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ വന്ന് ഈ പള്ളിക്ക് തീ വെച്ചു. അതിനുശേഷം ഇതിപ്പോൾ 5 നിലകൾ മാത്രമാണ് ഇപ്പോൾ ഈ പള്ളിയിൽ കാണാൻ പറ്റുന്നത്. അന്നത്തെ സാമൂതിരി രാജാവാണ് ഈ ഒരു പള്ളി നിർമ്മിക്കാനുള്ള സ്ഥലം നൽകിയത്. അങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ട് ഈ ഒരു പള്ളി ഇപ്പോഴും നിലകൊള്ളുന്നു. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കോഴിക്കോട് വന്നിട്ട് പാരഗണിൽ പോയി ഒരു ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതൊരു നഷ്ടമാകുമല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ഈ ഓവർ ബ്രിഡ്ജിന് താഴെയുള്ള കോഴിക്കോട്ടെ ഫേമസ് കാലിക്കറ്റ് പാരഗൺ റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ എത്തി. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഏകദേശം ഒരു 1-2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്താലേ വല്ലതും കഴിക്കാൻ കിട്ടുകയുള്ളൂ എന്ന്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്താതെ സ്ഥലം വിട്ടു. ഓട്ടോ ചേട്ടൻ പറഞ്ഞതുപോലെ അടുത്ത ഓപ്ഷൻ റഹ്മത്ത് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെയും ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ 3-4 നിലകളിലായിട്ട് നിറയെ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് അടിപൊളി ബിരിയാണി അവിടെ നിന്ന് ഷാപ്പിടാൻ പറ്റി. അവിടുന്ന് ഞങ്ങൾ കോഴിക്കോട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഷോപ്പിംഗ് സ്ട്രീറ്റായ മിഠായി തെരുവിലേക്കാണ് പോയത്. SM സ്ട്രീറ്റ് എന്നാണ്, അതായത് SM എന്ന് വെച്ചാൽ സ്വീറ്റ് മീറ്റ് അല്ലെങ്കിൽ ഹൽവ എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സ്ട്രീറ്റിന് SM സ്ട്രീറ്റ് എന്ന് പേര് വന്നത്. ഇവിടെ ഒരുപാട് ഹോൾസെയിലും റീറ്റെയിലുമായിട്ടുള്ള ഷോപ്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒരു സിനിമ തിയേറ്റർ ഉണ്ട്. ദുബായിലുള്ള മീന ബസാറിൽ പോയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് വൈബ് തന്നെയാണ് ഞങ്ങൾക്കിവിടെ പോയപ്പോൾ കിട്ടിയത്. ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള കോഴിക്കോടൻ ഹലുവ വാങ്ങിക്കാൻ ഞങ്ങൾ ഈ ശങ്കരൻ ബേക്കറിയിലേക്ക് പോയി. അവിടെ പല വെറൈറ്റീസിലുള്ള കാന്താരി ഹൽവ, ബട്ടർ റൈസ് ഹൽവ, അങ്ങനെ പല തരത്തിലുള്ള ഹൽവകൾ അവൈലബിൾ ആണ്. ഇവിടെ ഹോൾസെയിൽ ഏരിയയിലാണെങ്കിൽ ബാഗ്സും ആക്സസറീസും ക്രാഫ്റ്റ് മെറ്റീരിയൽസും ബേക്കിംഗ് ഐറ്റംസും അങ്ങനെ ഒന്നും പറയണ്ട. നമുക്ക് എത്ര നേരം സ്പെൻഡ് ചെയ്താലും നമുക്ക് മതിയാവില്ല, അത്രയും ഐറ്റംസാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ മാനാഞ്ചിറ സ്ക്വയറിലേക്ക് വിട്ടു. ഈ മിഠായി തെരുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് മാനാഞ്ചിറ സ്ക്വയറും ഉള്ളത്. ഞങ്ങൾ പകൽ ഇതുവഴി പാസ് ചെയ്തപ്പോൾ ഇവിടുത്തെ ലുക്ക് തന്നെ വേറെയായിരുന്നു. ഒരു പച്ചപ്പ് നിറഞ്ഞ മൈതാനവും നിറയെ മരങ്ങളും ഒക്കെ ആയിട്ട് ആളുകൾക്ക് വിശ്രമിക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ ലൈറ്റ്സ് എല്ലാം കൂടിയിട്ട് ഒരു എക്സിബിഷൻ ഗ്രൗണ്ടിൻ്റെ ഒരു ഫീലായിരുന്നു ഇവിടെ. ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ ഒരു ഇൻ്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് ആളുകൾ ഇവിടെ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് ഇവിടെ എല്ലാം കറങ്ങി നടക്കുന്നത് കാണാം. അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് ഇവിടെ എല്ലാം നടന്ന് കണ്ടു. ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് കോഴിക്കോട് ബീച്ചായിരുന്നു. മാനാഞ്ചിറ സ്ക്വയറിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ദൂരത്താണ് ബീച്ചുള്ളത്.
നല്ല വൃത്തിയായി വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ബീച്ചാണ്. ഒരുപാട് പെട്ടിക്കടകൾ കാണാം ഇവിടെ. ഉപ്പിലിട്ട വിഭവങ്ങളും കാടമുട്ട ഫ്രൈയും കല്ലുമ്മക്കായ വിഭവങ്ങളും അങ്ങനെ എല്ലാം അവിടെ കിട്ടും. ഇവിടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും എല്ലാം ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും ആളുകൾ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കണ്ടു. അങ്ങനെ ഈ നല്ലൊരു ദിവസം വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടന്നപ്പോൾ ആദാമിൻ്റെ ചായക്കട കണ്ടു. ഇവരുടെ ബാക്കിയുള്ള ബ്രാഞ്ചസിൽ സെറ്റപ്പ് ചെയ്തതുപോലെ തന്നെ ഇവിടെയും ഒരു വിൻറ്റേജ് ലുക്ക് തന്നെയാണ് ഇൻറ്റീരിയർ ഡെക്കോറിന് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ആൻറ്റീക്ക് കളക്ഷൻസും പഴയകാല ഫോട്ടോസും എല്ലാം യൂസ് ചെയ്ത് ഒരു നല്ല ആംബിയൻസ് തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ക്ലാസിക് മലബാർ മെനു ആണ് ഇവരുടെ ഹൈലൈറ്റ്. പക്ഷെ കൂടെ തന്നെ ബേജാറായ ബ്രെയിൻ ഫ്രൈയും കൽബും കരളും ഫ്രൈയും ബീഫും കപ്പയും കൂട്ടിമുട്ടിയതും അങ്ങനെ പലതും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ കുറച്ച് സമയം ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന ഊടുവഴികളിലൂടെ ബേപ്പൂരെത്തി. കോഴിക്കോട് ടൗണിൽ ഇനിയും കാണാനായിട്ട് ബൊട്ടാനിക്കൽ ഗാർഡനും പ്ലാനറ്റോറിയവും പഴശ്ശിരാജ മ്യൂസിയം ഒക്കെ ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ബേപ്പൂരിൽ 2 ദിവസത്തെ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ഈ ട്രിപ്പിൽ ഇവിടുത്തെ കാഴ്ചകളും കൂടി എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി എപ്പോഴാണാവോ കോഴിക്കോട്ടേക്ക് ഇനി ഒരു വരവുണ്ടാവുക എന്നറിയില്ല. എങ്കിലും ബാക്കി വെച്ച സ്ഥലങ്ങളെല്ലാം വീണ്ടും കാണാനായി ഒരു ചാൻസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു.